എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തിട്ട് കിഴിയിലേക്ക് പോവാം. കിഴി നിറയെ എന്റർടൈൻമെന്റ്സ്. അതിന്റെ ഭാഗമായിട്ട് രണ്ടു വട്ടം ഒന്ന് മനഃപൂർവ്വം തെറ്റിച്ചതാണെന്ന് ഞാൻ പറയും, പക്ഷേ തെറ്റിപ്പോയത് അല്ല അങ്ങനത്തെ പറഞ്ഞത് മനഃപൂർവ്വം തെറ്റിച്ചത് തന്നെ. ഓക്കെ, അപ്പൊ എന്താണ് മത്സരത്തിന്റെ അജണ്ട? എന്താണ് പറഞ്ഞു? മമിത ബൈജു ആ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതെ, അതായത് 22-ാം തീയതി നമ്മുടെ ദളപതി വിജയുടെ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മുടെ സ്വന്തം കുട്ടി, മലയാളത്തിൻ്റെ കുട്ടി മമിത ബൈജുവിൻ്റെയും കൂടി ബർത്ത്ഡേ ആയിരുന്നു. വേറൊരാളുടെയും കൂടി ബർത്ത്ഡേ ഉണ്ടായിരുന്നു 22-ന്. എന്താ? അതായത് നമ്മുടെയൊക്കെ പഴയകാല ഹീറോ ശങ്കറിന്റെ ബർത്ത്ഡേ 22-ാം തീയതി ആയിരുന്നു. ഞാൻ പിന്നെ ആരോ ഒരാൾ ഇത് അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. അതിൽ നമ്മളിപ്പോ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടല്ലോ, നമ്മുടെ മാത്രം ബർത്ത്ഡേ അല്ലല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്, പിന്നെ എത്ര പേരുണ്ടാവും. അതെ, എന്തായാലും മമിത ബൈജുവിന്റെ ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കിഴി മമിത ബൈജുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തേ ഇഷ്ടായില്ലേ? ആ ഡെഡിക്കേഷൻ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലിസിറ്റി ഉള്ള ആൾക്കാരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കും. പിന്നെന്താ, തീർച്ചയായിട്ടും കാട്ടിക്കൂട്ടലല്ലാതെ ഒറിജിനൽ സിംപ്ലിസിറ്റി, ജെന്യൂനിറ്റി ഫീൽ ചെയ്യാം. അതെ, നീ എന്റെ മുഖത്തോക്കി പറഞ്ഞ ഒറ്റ കൈ കൊണ്ടൊക്കെയാണല്ലോ. ഞാൻ ഭയങ്കര കഴിവേറിയ പറയുമ്പോ ടാലന്റഡ് പീപ്പിൾ, ടാലന്റഡ് മാൻ, ടാലന്റഡ് ബോയ്. എടുത്തോ, എടുക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ 2 മാർക്കും പിന്നെ കിഴികൾക്ക് ഓരോ പോയിന്റ്. ഓക്കെ, കിഴി ആഷിഖ് ഉസ്മാൻ, പ്രൊഡക്ഷൻ നമ്പർ 2. കത്തിച്ചില്ലേ? കത്തിച്ച് അതാണ് നമ്മുടെ മമിത ബൈജുവും സംഗീത് പ്രതാപും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് ഡിനോ. എന്തായിരുന്നു അറിയാ? പ്രൊഡക്ഷൻ നമ്പർ 2 അല്ല, ആഷിഖ് ഉസ്മാൻ 2ാമത്തെ സിനിമ. അപ്പൊ എത്രാമത്തെ? 20. പ്രൊഡക്ഷൻ നമ്പർ 20. എന്താണെങ്കിലും മമിത ബൈജു, സംഗീത് പ്രതാപ്. ഇത് നീ ഒരു തവണ പറഞ്ഞാണ് ആണല്ലേ? നിനക്ക് മാത്രം തെറ്റിച്ചാൽ പോലെ എനിക്ക് തെറ്റിക്കണം, എല്ലാം ഞാൻ തെറ്റിക്കും. എന്താണെങ്കിലും അയാളുടെ പേര് പറയണ ഡിനോ പോലും. പേര് ബാക്കി കിട്ടുന്നില്ല. ആളാണ് ഡയറക്ട് ചെയ്യാൻ പോണത്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ അതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെയാണ്. ഓക്കെ ആണെന്നാണ് വിശ്വാസം. ഓക്കെ, വീണ്ടും തെറ്റിക്കോ? അടുത്തത് 2ാമത്തെ കിഴിതാ വരുന്നു. ധീരൻ. വെറുതെ അല്ലട്ടെന്ന് എനിക്ക് കിട്ടിയത്. നീ ജയിച്ചിട്ടില്ലെങ്കിലും നിനക്ക് പറ്റുന്ന രീതിയിലുള്ള കിഴികൾ കിട്ടും. ധീരൻ സിനിമയുടെ റിലീസ് ഡേറ്റ് നമ്മുടെ ദേവദത്ത് ഷാജി സ്റ്റോറി ആയിട്ടിട്ടുണ്ട്. ജൂലൈ 4-ന് സിനിമ തിയേറ്ററിലേക്ക് എത്തും. ദേവദത്ത് ഷാജി സംവിധാനവും രചനയും നിർവഹിക്കുന്ന സിനിമയാണ് കേട്ടോ. അതായത് ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ശേഷം ആളുടെ അടുത്ത സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമ, ആദ്യത്തെ സംവിധാന സംരംഭം. അടുത്തത് ഹരിഹര വീരമല്ലു. സിനിമയുടെ കേരള തിയേറ്ററിക്കൽ റൈറ്റ്സ് വേഫെയർ ഫിലിംസ് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുബേര വേഫറായിരുന്നു. നന്നായിട്ട് പൊള്ളി കാണും. ആ പൊള്ളല് കുബേരയായിരുന്നു. ഞാൻ എന്നെ പിച്ചക്കാരനാക്കിയത്. സത്യം, എടുത്തിട്ടുള്ള സിനിമകളൊക്കെ നല്ല സിനിമകളായിരുന്നു അല്ലേ? കുബേര അണ്ടിപ്പരിപ്പ് കുബേര അവരായിരുന്നോ? ഗോകുലല്ലായിരുന്നോ? അല്ല, വേഫറായിരുന്നു അല്ലേ? നമ്മുടെ മാട്ടുപ്പെട്ടി വച്ച അതിലുണ്ടല്ലോ അവരുടെ പേര് കുബേര. ഓക്കെ, അടുത്തത് JSK, ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള. ഈ സിനിമക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പറഞ്ഞത് അടിപൊളിയായിരുന്നു കേട്ടോ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. അത് എതിരെ കിട്ടിയതറിയോ? റാമാനന്ദിനി ആ സംഭവല്ലേ? അതിനാണോ? ഓക്കെ, എന്തായാലും JSK വീണ്ടും മാറ്റി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകി എന്നുള്ള ആ പേരുണ്ടല്ലോ, അതുകൊണ്ടാണ്. ജാനകി എന്നുള്ള പേരെന്താണെന്നറിയോ? സീതയുടെ മറ്റൊരു പേരാണ്. എന്താ അതൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സിനിമ ഇറക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യൻസും ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഭയങ്കര വർഗീയത. അങ്ങനെയല്ല, ഏത് സമയത്തും അവന്റെ ജാതീയത വരുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ പറ, ഞാൻ ഇവിടെ അല്ലാതെ വരുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചിന്ത വരില്ല. അതായത് ഇപ്പൊ
മുഹമ്മദ് എന്നുള്ള പേരുള്ള ആൾക്കാർ ഓരോ തെറ്റുകൾ ചെയ്തിട്ട് അപ്പോൾ മുഹമ്മദിന്റെ പേരിലേക്ക് പോകും. ശരിയല്ലേ? സത്യം. ഈശോ എന്ന പേരുള്ള ആൾക്കാർ ഒരു ക്രിമിനൽസ് ആയി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകും. ഇവരൊക്കെ എന്ത് ചെയ്യൂര്? അതാ പറഞ്ഞത്, ഭയങ്കര പ്രശ്നമാവല്ലോ. അപ്പൊ അതും ഇതും ഒരുപോലെയാണോ? പേര് വരേക്ക് വരുന്നതല്ലേ ഉള്ളൂ. ഒരു പേര് കിട്ടുമെന്ന് എഴുതിയിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാണ്? അങ്ങനെയാണ് ഈ ചിന്താമണി കൊലക്കേസൊക്കെ. അത് വേറെ അങ്ങനെ പറയാൻ പറ്റൂലല്ലേ. കൂടുതൽ പേരുകളും എപ്പോഴും കൂടുതലും ഇങ്ങനെ മറ്റുള്ള പേരിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടും അല്ലെങ്കിൽ അത് തന്നെ പേരെടുത്തിട്ടൊക്കെയാണ്. പിന്നെ അത് അങ്ങനെ തന്നെയല്ലേ ഒരു സാധനം അല്ലെങ്കിൽ ഒരാള് എഴുതി ഉണ്ടാക്കിയിട്ട് കൊണ്ടിരുന്നൊരു സംഭവല്ലേ. അല്ലാണ്ട് ഇതിപ്പം പറഞ്ഞാ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിപ്പോ. സോറി, വിട്ടേക്ക. ഡ്യൂഡ് മമിത ബൈജു ബർത്ത്ഡേ പോസ്റ്റർ 2-0. പിന്നല്ലാണ്ട് കീർത്തി ഈശ്വരൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ക്യാരക്ടറിന്റെ നെയിം പേര് കൊരളോ കുരൾ കൊരള് തുളസി പേരെന്താണ്? തുളസി. എനിക്ക് വയ്യാത്ത പൊന്നെ. ഓക്കെ, അടുത്ത കിഴി സന്തോഷ് ട്രോഫി. സന്തോഷമുണ്ട്, കിഴി പറയുന്നതിലല്ല കേട്ടോ നമ്മുടെ ആ വിഷമം കാണിക്കുന്നത്. അതായത് നമ്മുടെ അജണ്ട പ്രകാരമുള്ള കിഴി കിട്ടാത്തതുകൊണ്ടാണ്. സന്തോഷ് ട്രോഫി സിനിമ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അതിന്റെ ഷൂട്ട് തുടങ്ങും. ബിപിൻ ദാസ് സംവിധാനം ചെയ്ത് നമ്മുടെ പൃഥ്വിരാജ് നായകനാവുന്ന സിനിമയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമ. ക്രിസ്ത്യൻ സ്റ്റീഫനും പൃഥ്വിരാജുമാണ് ഇത് നിർമ്മിക്കുന്നത്. പൃഥ്വിരാജ് മാത്രം ഇതിന് 90 ദിവസത്തെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 90 ദിവസം. കൊള്ളാം. എന്താണ് ആ ഉദ്ദേശം? അറിഞ്ഞൂടാ. 90 ദിവസത്തെ സന്തോഷ് ട്രോഫി അപ്പൊ അത്രയും വലിയ സിനിമയാണോ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിപ്പോഴാ അതിലേക്ക് ചിന്ത പോയത്. അങ്ങനെയാണ് എനിക്ക് വലിയൊരു ചോദ്യം ചോദിക്കാണ്ട്. അതായത് പൃഥ്വിരാജ് വലിയ സിനിമകൾ ചെയ്യുന്ന ആളാണ്. അതിന്റെ ഇടയിലൊക്കെ ആ ഒരു പോക്ക് പോകും. പിന്നെ എന്ന് തികക്കും? 10-15 വർഷം കഴിഞ്ഞ് നോക്കി. അത് അടുത്തത് തഗ് ലൈഫ്. അടിപൊളി. എത്ര ശരി എടുത്തിട്ട് എന്തായാലും. സിനിമയുടെ OTT റിലീസ് ജൂലൈ 4. എൻജോയ് എല്ലാവരും തകർക്കുക. അതാണ്. ഷുഗർ ബേബിനൊക്കെ പോയി കാണുക. ലീക്കായിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കൂടെ ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാതായിട്ട്. ഷുഗർ ബേബി അടിപൊളിയായിരുന്നു കേട്ടോ. കിട്ടുന്നായിരുന്നു. നല്ല അഭിനയായിരുന്നു. ലാസ്റ്റ് ഒതുക്കി. അഭിനയല്ല, ലുക്ക് പൊളി. രക്ഷയിലായിരുന്നു. ആദ്യത്തെ ലുക്കായിരുന്നു അടിപൊളി. 2 തലമുടിയും കൂടെ കെട്ടി ബാറിലുള്ള സീനിലെ ഏജ് കുറക്കാൻ വേണ്ടി, പ്രായം കുറയ്ക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അല്ലേ? തൃശ്ശൂരിക്കാണ് എന്നെ വെറും 2 റിബണിൽ ഒതുക്കി. എനിക്ക് അല്ല, കമലഹാസനെ DH കൊടുത്ത് നല്ല പ്രായം കുറച്ചു. എന്നെന്താ തവിട് കൊടുത്ത് വാങ്ങിയാന്ന്. എനിക്ക് ആ പിന്നി കെട്ടിയത് ചെയ്ത് കണ്ടപ്പോളേ ഫസ്റ്റ് ഓർമ്മ വന്ന എന്താ അറിയോ? ചോട്ടാമ്പയില് കലാമണിന്റെ ഒക്കെ അമ്മയുടെ തലയിൽ കൂടെ ഇങ്ങനെ സാധനം വന്ന് കിട്ടല്ലോ. 2 റിബണൊക്കെ കെട്ടിയത്. അയ്യോ ഞാൻ നോക്കിയായിരുന്നു. പീട്രിയാക്ക്. എന്തൊരു കഷ്ടം. അതങ്ങ് പറഞ്ഞാ പോരെ. മതി. ഓക്കെ, MMN സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ 26-ാം തീയതി തുടങ്ങുമെന്നുള്ളതാണ് അറിഞ്ഞത്. ഓക്കെ, എടപ്പാളിൽ വെച്ചിട്ടാണ്. ലാലേട്ടനും ചാക്കോച്ചനുമായിരിക്കും എടപ്പാളല്ലേ മെയിൻ മുഖ്യ ആകർഷണം. തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെയാണെന്നാണ് കേട്ടത്. കൊള്ളാം, അടിപൊളി. അടുത്തത് പൊട്ടച്ചോനെ, ഇതെന്താണത്? സൂര്യ 46. എന്ത് ചെയ്യാ? മമിതയുടെ കിഴികൾ മൊത്തം എന്ത് ചെയ്യാനാ? തൂത്തുവാരാ. ഒരൊറ്റ എണ്ണ എനിക്കില്ല. മത്സരത്തിൽ പങ്കെടുത്തിരുന്നു കാണിക്കാൻ ഒന്നും എനിക്ക്. ഞാനിവിടെ ഉണ്ടെന്നൊന്ന് അറിയിക്കാൻ. മമിതയുടെ ബർത്ത്ഡേ പോസ്റ്ററാണ് കേട്ടോ. സൂര്യ 45-ന്റെ. വെങ്കിയാട്ടൂരി സംവിധാനം. 45-ന്റെ 46-ന്റെ 46 വെങ്കിയാട്ടൂരി സംവിധാനം. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസം. ജനനായകൻ. അതിന് പവറുണ്ട്. ജനനായകൻ സിനിമയുടെ നമ്മുടെ മമിതയുടെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുള്ള പോസ്റ്റർ ഒന്നുണ്ട്. H. വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ദളപതി വിജയ് നായകനാവുന്ന സിനിമ. ഇത് ആർക്കും അറിയില്ല അല്ലേ? ആർക്കും അറിഞ്ഞൂടാ. ഓക്കെ, ഇപ്പൊ എത്ര? 3-1. 3-1. ഭീകരം. ഇനി ക്വസ്റ്റ്യൻ കിടപ്പുണ്ടല്ലോ. അത് കിട്ടിയ 3-3 ആയില്ലേ? 3-3 അല്ലേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. അതിന് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, കിട്ടിയാൽ ഒരിക്കലും നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അടുത്തത് മിറാഷ്.
ഓ വാട്ടെ സാധനം. മിറാഷ് സിനിമയുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും ഇന്ന് വരും 6 മണിക്ക് വരും കേട്ടോ. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നാളെ ആവും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ആവും. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ മാറിപ്പോകും. എന്നിട്ട് അവരെന്നാണ് ഉദ്ദേശിക്കുന്നത് അന്ന് പുറത്ത് വരും. അതാണ് നമ്മളെങ്ങനെ ഇന്ന് വരും 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 എന്നിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അതെ, ഇതുപോലൊരു അപ്ഡേറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര ഗംഭീര സാധനം. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നതെല്ലാം ശരിയായിരിക്കണമെന്നില്ല. അത് നമ്മുടെ മരീചിക പോലെ തന്നെ നമുക്ക് വെള്ളം പോലെ അങ്ങനെ തോന്നും, പക്ഷെ അടുത്തെത്തുമ്പോഴാണ് അവിടെ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് 6 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കും 6 മണിയാകുമ്പോഴത്തേക്കും വരും, പക്ഷെ അപ്പോഴും ഡേറ്റ് മാറും. യെസ്, നാളത്തേനുള്ള ഡേറ്റ് ആവും. അങ്ങനെ 20-ാം തീയതി വരും എന്ന് പറഞ്ഞു, 21-ാം തീയതി വരും എന്ന് പറഞ്ഞു, 22-ാം തീയതി വരും, ഇപ്പോൾ 23-ന് വരും. 23 4 ദിവസമായി. അത് ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യുന്നൊന്നുമില്ല. ആ വീഡിയോ തന്നെയാണ് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ടെക്നിക്കാ, ടെക്നോളജിയാ. രണ്ടുപേരും പറഞ്ഞത് തെറ്റി പോയാലോ? ടെക്നോളജിയാന്നാണ്. അല്ലേ? രണ്ടും ആദ്യം പറഞ്ഞ ടെക്നോളജി എന്നുള്ളതിന്റെ വേറൊരു തെറ്റണം. തെറ്റിയാലേ അതിന്റെ വൈബ് കിട്ടുള്ളൂ. ടെക്നോളജിയാ. അതാണ്. ഓക്കെ, സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ലാലേട്ടൻ എന്ന് ജോയിൻ ചെയ്യും. ഒരു വലിയ ചോദ്യമാണ് കേട്ടോ. നമ്മൾ ഡേറ്റ് പറയാൻ പോവാണ്, ജൂലൈ 4-ന്. ജൂലൈ 4-ന് ലാലേട്ടൻ ജോയിൻ ചെയ്യും. യെസ്. ഓക്കെ കൂട്ടാ. അടുത്തത് അത് കഴിഞ്ഞിട്ട് വേണം. അതിപ്പോ മിറാഷിന്റെ ഫസ്റ്റ് ലുക്കിന്റെ അപ്ഡേറ്റ് പോലെയാണ്. അത് സത്യം. ലാലേട്ടൻ വരും എന്നിങ്ങനെ ഇവർക്ക് ഇങ്ങനെ തോന്നിപ്പിക്കും. എന്നിട്ട് ഡയറക്ടറും ദിലീപും അങ്ങനെ കാത്തു നിൽക്കുക. ലാലേട്ടൻ വന്ന അപ്പൊ ലാലേട്ടനെ വരുന്നുണ്ടാവും, ലാലേട്ടനെ പോലെ തോന്നും, പക്ഷെ അടുത്തെത്തുമ്പോ ലാലേട്ടനില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. അത് മദൻലാലൊക്കെ അല്ലെങ്കിൽ മുകേഷ് എം നായർ. അടുത്തത് ലൗലി സിനിമയ്ക്കെതിരെ രാജമൗലി ആൻഡ് ടീം കേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് കോപ്പി അടിച്ചു പറഞ്ഞിട്ടാണ്. ഈച്ച കോപ്പി അടിച്ചു. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ രാജമൗലി ടീമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ പോസ്റ്ററിൽ കാണുന്ന ഈച്ചനെ വെച്ചിട്ട് നിങ്ങൾ അത് കോപ്പി അടിച്ചൊന്നും പറയരുത് കേട്ടോ. ഞങ്ങളത് കണ്ടോണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞറിയോ, ഈച്ച അവിടെ കിടപ്പുണ്ട്, അതെങ്കിലും ഒന്ന് കോപ്പി അടിക്കായിരുന്നു എന്ന് പറഞ്ഞത്. അതാണ് സത്യമായിട്ടും. അതുമല്ല, ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ് കണ്ടിട്ട് ചിരിച്ചൊരു വഴിയായിട്ടോ. അങ്ങനത്തെ ഒരു കമന്റ് ഉണ്ട്, ആകെ കളക്ഷൻ 2000 രൂപയുള്ളൂ. അതായത് ഇവര് കളക്ഷൻ മൊത്തമാണ് ചോദിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്. കളക്ഷനേക്കാൾ കൂടുതൽ, അതായത് ആകെ 2000 രൂപ കൊടുത്ത് കളക്ഷൻ. അല്ല, ഇതില് പ്രത്യേകം, അതായത് ഈ കേസിൽ എഴുതിയിരിക്കുന്നത് ഇവർ നേടിയ കളക്ഷൻ, അതായത് കളക്ഷൻ എത്ര നേടിയിട്ടുണ്ടോ അത് മൊത്തം വേണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സേഫാ. 2000 പരിപാടി. അതല്ലേ ഈ കളക്ഷൻ ഇത്രയും നേടി, ഇവരുടെയൊക്കെ വിചാരം എനിക്ക് തോന്നുന്നു ഭയങ്കര കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ സിനിമ എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിനൊക്കെ കൊണ്ട് കേസ് കൊടുക്കുവോ? സംഭവം എന്തൊക്കെയാണെങ്കിലും മനുഷ്യത്വല്ലായ്മ അതാണ്. 2000 കിട്ടിയത് അതും പിടിച്ചു കളിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞ സാധനം ഒരു തുള്ളി. നിങ്ങളവിടെ എത്രയോ കോടികൾ മുടക്കിയിട്ടൊക്കെ സിനിമ എടുക്കുന്നു. ഇവിടെ പോക്കറ്റ് ഇങ്ങനെ കാണിച്ചാ കുറച്ച് ചില്ലറ പൈസ ചാടും, അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ലടേ, വെറുതെ എന്തിനാണ്. അത് മാത്രല്ല, ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്ത ഈച്ച കാണണം, അതെ, അല്ലെങ്കിൽ ഈ സിനിമ കാണണം. ഇത് അവര് കണ്ടു കഴിഞ്ഞാൽ അവർ ഈ പരാതി പിൻവലിച്ചു പോകും. അതെ, ഒന്നുമില്ലല്ലോ അതിനകത്ത് കോപ്പി. എവിടെയാണ് ഈ ഈച്ച സിനിമയില്, അതായത് ഈച്ചയെ ഞാൻ പറയുന്നില്ല, വേണ്ട, ഗർഭിണിയാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഒരു മൃഗങ്ങളോട് അല്ലെങ്കിൽ ഒരു പക്ഷികളോടൊക്കെ ഇഷ്ടം തോന്നും, സ്വാഭാവികമാണ്. ചില പ്രാണികളോടൊക്കെ നമുക്ക് ചിലപ്പോ ഈ മിന്നാമിനിങ്ങിനോടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം നമ്മൾ അതിനകത്ത് കണ്ടുപോയി സിനിമയില്. ഇനിയിപ്പോ ഈച്ചയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗോസ്റ്റ് ആണ്. അതെ, ആത്മാവ് ഈ ഈച്ചയിലേക്ക് കയറുന്നതാണ്. അപ്പൊ ആ ആളെയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ ആ ഈച്ചന്റെ കയ്യും കാലും കണ്ടിട്ടല്ല. എന്തൊരു മഞ്ചാണ് ഈച്ച എന്നുള്ള രീതിയിലല്ല. കുറച്ചു നേരം കൂടി ആ തിയേറ്ററിൽ ഒരു ഈച്ച കുഞ്ഞിനെ കൂടി കാണായിരുന്നു. ഞങ്ങൾ പേടിച്ചായിരുന്നു. ലവ്ലി സിനിമയില് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈച്ചക്കുഞ്ഞ് ജനിക്കും. ഇതില് നായകനായി വന്നിട്ടുള്ള മാത്യു തോമസിന് ഈച്ചക്കുഞ്ഞ്. അടുത്ത കഴിഞ്ഞു കമന്റ്സ് ഓരോന്ന് വരുന്നത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ.
ഇത് നമ്മുടെ തലയിൽ അടുത്തത് സൺ പിക്ചേഴ്സ് കൂലിയാണെന്ന് തോന്നുന്നു അപ്ഡേറ്റ്സ് അല്ലേ? അതായത് ഫസ്റ്റ് സിംഗിൾ ഉടൻ വരുമെന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല, പോന്നോട്ടെ. വെട്ടിക്കൂട്ടും അല്ലെങ്കിൽ കോഴിന്റെ ചെസ്റ്റ് ഇപ്പോ ആവശ്യമുള്ള സമയം ഫുള്ള് വർക്കൗട്ടാണ്. ചെസ് പീസ് മാത്രമാണ് ഇപ്പൊ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്ന് അറിയിച്ചു അത് ഇറങ്ങുമ്പോ ഒന്ന് പറയണം, ഞാൻ ജിമ്മിലൊക്കെ പോവാൻ തുടങ്ങി കേട്ടോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എന്തായാലും എന്തോ അപ്ഡേറ്റ് 6 മണിക്ക് വരുന്നുണ്ട് കൂലിയുടെ. മിക്കവാറും ഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ വീക്ക് ഉണ്ടാവും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ലാസ്റ്റ് കിഴി ചോദ്യം. ഞാൻ അടക്കട്ടെ. 5-0. ഞാനിതാ കാലുകൾ നിവർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ആഷിഖ് ബഷീർ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് ആഷിഖ് ബഷീർ അല്ലേ? ആഷിഖ് ബഷീർ അല്ലല്ലോ, അല്ല ലൗലിന്റെ ക്യാമറമാനും ഇതൊക്കെ ഉണ്ടേ. ആ ചോദ്യം ഇങ്ങനെയല്ല വരിക, നാളത്തെ കിഴിയിൽ വെറുക്കുക. വലിയ ചോദ്യമായിട്ട് വരും. ഇന്നത്തെ കിഴി വരില്ല, നാളത്തെ. എന്താണെങ്കിലും ആഷിഖ് ബഷീർ ചോദിച്ചിരിക്കുന്നത് വിന്റർ മൂവി റീ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, കഴിഞ്ഞോ? ഇനിയുണ്ട്, അതിന്റെ ബാക്കിയുണ്ട്. ഇതൊരു തിയേറ്റർ ഡിമാൻഡ്, അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയല്ലേ എന്നൊരു ചോദ്യം. പറഞ്ഞോ, നിനക്കെല്ലാം കിട്ടിയതാ? എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ സിനിമ. അത് ഇനി തിയേറ്ററിൽ വന്നാലും ഞാൻ പോകാൻ പോണില്ല. മറ്റേ നീ പോകുന്നുണ്ടല്ലോ പറഞ്ഞു. മറ്റേത് പറ. തിയേറ്റർ എക്സ്പീരിയൻസോ? തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് നമ്മളോടാണല്ലോ ചോദ്യം. എന്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി ഞാൻ പറയാം, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. മാത്രമല്ല ഒട്ടുമില്ലുണ്ട് എല്ലാം ഭയങ്കരമായിട്ടുള്ള കണ്ടിന്യൂറ്റി പ്രശ്നവും ഓരോ ഷോട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ചീറ്റിംഗ് സ്റ്റാർ ഉണ്ടല്ലോ, സുരേഷ് കൃഷ്ണ, ഇവന്റെ നെഞ്ചി ഞാൻ തിന്നു. ചിക്കൻ്റെ ഞാൻ വിചാരിച്ചു സുരേഷ് കൃഷ്ണ. സുരേഷ് കൃഷ്ണ കൺവിൻസിങ് സ്റ്റാർ ആണ്. അപ്പൊ നീ ആരെയാ ചോദിച്ച? ചീറ്റിംഗ് സ്റ്റാർ വിജയകുമാർ ഇതിൽ പോലീസായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആളുടെ അടുത്തേക്ക് വരുന്ന സീനുകളൊക്കെ ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ കണ്ടിന്യൂറ്റി പ്രശ്നം ഭയങ്കര. പിന്നെ മാത്രമല്ല മേക്കിംഗ് ഒക്കെ വളരെ മോശം. അതിന്റെ കളർ ഗ്രേഡിങ്ങിലൊക്കെ ഭയങ്കര, നമുക്ക് അന്നത്തെ കാലത്തായതുകൊണ്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഭയങ്കരമായിട്ടും പിന്നെ ഭയങ്കര സംഭവമായിട്ടുള്ള തോട്ടോ ഒന്നുമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഈ വിന്റർ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഒന്ന് മേക്ക് ചെയ്തിട്ട് പുതിയ സിനിമയായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നന്നാകും. ഒന്ന് സെറ്റാക്കി ഇറക്കുകയാണെങ്കിൽ, ഇറക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. അല്ലാതെ ആ സിനിമ റീ റിലീസിന് ഒരുങ്ങുന്നതിൽ എനിക്ക് ഒരു താല്പര്യം തോന്നുന്നില്ല. ഞാൻ പോയി കാണൂല. തിയേറ്റർ ഒട്ടും തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാനിതിപ്പോൾ അടുത്താ കണ്ടതേ, വിന്റർ ഭയങ്കര ഹിറ്റായില്ലേ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അഭിപ്രായം. ഞാൻ യൂട്യൂബിൽ എടുത്ത് കണ്ട്, എനിക്ക് ഒട്ടും വർക്കായില്ല. ചില സംഭവങ്ങളൊക്കെ നല്ല രസമുള്ള സാധനം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ അതിന്റെ സ്ക്രിപ്റ്റ് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി ഇറക്കി പുതിയ ഇപ്പത്തെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും ചിലപ്പോൾ. കാരണം അതിന് ഓരോ സമയങ്ങളിൽ ഓരോ മൂഡുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ചെയ്യണമായിരുന്നു അന്നത്തെ. ഭയങ്കര അതിപ്പോൾ ചെയ്താൽ നല്ല സാധനം. അന്നത്തെ ടൈമിൽ അതിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഇതുണ്ട്. എന്താണെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്ത സിനിമയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.